ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് വില്ലൻ ആൻഡ് യു ആർ വാച്ചിങ് വില്ലൻസ് ഇന്റലിജൻസ് പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന കേരള PSC ഹോട്ട് ടോപ്പിക് ആൻഡ് PYQ പറയുന്ന സീരീസ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ആണ്. ഓൾറെഡി നമ്മൾ 2 ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. മൗലിക കടമകളും കൃതികളും കർത്താക്കളും എന്ന് പറയുന്ന 2 ടോപ്പിക്കുകൾ, വളരെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തത്. ആ സീരീസിലെ 3ാമത്തെ ക്ലാസ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSCയിലെ സ്ഥിരം ചോദ്യമായിട്ടുള്ള വൈക്കം സത്യാഗ്രഹം 1924 വളരെ വ്യക്തമായിട്ട് പഠിക്കാം. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള PYQs നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. സോ വീഡിയോ നിങ്ങൾ എല്ലാവരും അവസാനം വരെ കാണാം. ഈ ക്ലാസ് തീർച്ചയായും നിങ്ങളുടെ റാങ്ക് ഉയർത്താൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാകും. ഹൈപ്പ് കൂടെ എന്നെ ചെയ്യാൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. കേരള PSC ഹോട്ട് ടോപ്പിക് ആൻഡ് PYQ വൈക്കം സത്യാഗ്രഹം 1924 എന്താണെന്ന് പറയുന്നത് നോക്കിക്കേ. ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പൊ ആദ്യത്തെ പോയിന്റ് തന്നെ എന്താണ് പറയുന്നത്? ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ, അതായത് ഈ തൊട്ടുകൂടായ്മയ്ക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. അതിന്റെ കാരണമാണ് പറയുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ കൂടി സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന പ്രക്ഷോഭം ആരംഭിച്ചത് എപ്പോഴാണ്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്, ത്രോട്ടിന് ചെറിയ പെയിൻ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ക്ലാസ് മുടക്കാൻ പറ്റില്ല. സീരീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് ക്ലാസ്സസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നാണ്. 1924 മാർച്ച് 30-നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ PC ചോദിച്ചിട്ടുണ്ട്. ഇനി വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത നേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് TK മാധവനാണ്. ഒരുപാട് തവണ PC ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? TK മാധവനാണ്. TK മാധവൻ. SCERT ഫാക്ടുകൾ ഉൾപ്പെടുത്തിയിട്ടാണോ പറയുന്നതെല്ലാം? ശരി. 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ കേരളത്തിലെ ഐത്താചാരത്തിന്റെ ദുരിതങ്ങളെക്കുറിച്ച് നിവേദനം സമർപ്പിച്ചത് ആരാണ്? അതും അദ്ദേഹം തന്നെയാണ്. TK മാധവനായിരുന്നു. 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ കേരളത്തിലെ ഐത്താചാരത്തെക്കുറിച്ചുള്ള നിവേദനം സമർപ്പിച്ചത്. കോൺഗ്രസ് കമ്മിറ്റികൾ ഐത്തോച്ചാടനം പ്രധാന വിഷയമായി എടുത്ത് പ്രവർത്തിക്കണമെന്ന പ്രമേയം പാസാക്കിയിരുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എറണാകുളത്ത് യോഗം ചേർന്ന ഐത്തോച്ചാടന നടപടികൾ ആസൂത്രണം ചെയ്ത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1924 ജനുവരി 24-നാണ്. മേ ബി ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമൊക്കെ ആവാൻ സാധ്യതയുള്ള ചോദ്യമാണ്, പഠിച്ചു വെച്ചേക്കുക. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എറണാകുളത്ത്, എവിടെയാണ്? എറണാകുളത്ത് യോഗം ചേർന്ന് ഐത്തോച്ചാടന നടപടികൾ ആസൂത്രണം ചെയ്തത് 1924 ജനുവരി 24-നാണ്. ഇനി ഫെബ്രുവരിയിൽ എന്ത് ചെയ്തു? ഐത്തോച്ചാടന കമ്മിറ്റിക്ക് രൂപം നൽകി. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണ് എന്ന് ഇപ്പോഴും PC ചോദിക്കുന്നതാണ്. അത് ശ്രീമൂലം തിരുനാളാണ് കേട്ടോ. ആരംഭിക്കുമ്പോൾ, തുടങ്ങുമ്പോഴാണ് പറയുന്നത്, ആരംഭിക്കുമ്പോൾ ശ്രീമൂലം തിരുനാളാണ്. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിപഥം ഏതമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാറാണി സേതുലക്ഷ്മി ബായിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മഹാറാണി സേതുലക്ഷ്മി ബായിയുടെ അടുത്താണ് എന്ത് ചെയ്തത്? ഈ നിവേദനം സമർപ്പിച്ചത്. അവരുടെ ദിവാന്റെ പേര് ചോദിക്കാറുണ്ട്, T രാഘവയ്യ എന്നാണ്. ആ സമയത്ത് ദിവാനായിരുന്നത് ആരാണ്? തിരുവിതാംകൂർ ദിവാൻ, അദ്ദേഹം T രാഘവയ്യയാണ്. T രാഘവയ്യ. നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ് കേട്ടോ. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ് നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത്. നിവേദനത്തിൽ ഒപ്പുവെച്ചത് എത്ര പേരാണെന്ന് ചോദിക്കാറുണ്ട്. ഏകദേശം 23,000 പേര് എന്ത് ചെയ്തിട്ടുണ്ട്? ഒപ്പുവെച്ചിട്ടുണ്ട് കേട്ടോ. 23,000 പേര് ഒപ്പുവെച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എപ്പോഴാണെന്ന് ചോദിക്കും. 1925 നവംബർ 23-നാണ് അവസാനിച്ചത് കേട്ടോ. അപ്പൊ തുടങ്ങുന്ന 1924-ലാണെങ്കിലും അവസാനിക്കുന്നത് 1925-ലാണ് നവംബർ 23-ന്. 603 ദിവസങ്ങൾ നീണ്ടുന്ന ചോദിച്ചിട്ടുണ്ട് കേട്ടോ PC. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര ദിവസമാണ് നീണ്ടുന്നതെന്ന് ചോദിക്കാറുണ്ട്. 603 ദിവസം നീണ്ടു നിന്ന 20 മാസം എന്ത് ചെയ്തിട്ടുണ്ട്? നീണ്ടു നിന്നിട്ടുണ്ട് കേട്ടോ. 20 മാസമാണ് 603 ദിവസം എന്ന് പറയുന്നത്. 20 മാസത്തോളം ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്? നീണ്ടു നിന്നിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു 3 പേരുടെ പേര് എപ്പോഴും PC ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നാമത്തെ വ്യക്തിയുടെ പേര് കുഞ്ഞാപ്പി എന്നാണ്. പുലയ സമുദായത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു കുഞ്ഞാപ്പി. രണ്ടാമത്തേത് ബാഹുലയനാണ്. ബാഹുലയൻ ഇഴവ സമുദായമാണ്. ഇഴവ സമുദായം.
ഗോവിന്ദ പണിക്കർ നായർ സമുദായത്തിൽ, അതായത് വ്യത്യസ്ത ജാതി മതത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചായിരുന്നു ഈ പറയുന്ന സത്യാഗ്രഹം ആരംഭിച്ചത്. ക്ഷേത്ര പ്രവേശനം, അതായത് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡ് കടന്ന് മുന്നോട്ട് പോയിട്ടാണ് എന്ത് ചെയ്തത്, ഇവർ സത്യാഗ്രഹം ആരംഭിച്ചത്. ഇപ്പൊ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ഇനി അടുത്ത പോയിന്റ് മക്കളെ മനസ്സിലാവുന്നുണ്ടല്ലോ, വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണോ, ഡൗട്ട് ഇല്ലാത്ത നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം കവർ ചെയ്താണ് പോകുന്നത്. ഒരു സത്യാഗ്രഹം എടുത്ത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ഡെയിലി ക്ലാസ്സസ് ഉണ്ട്, രാവിലെ 8:17 ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് കേട്ടോ. സൗണ്ട് തീരെയില്ല, നല്ല പ്രശ്നമുണ്ട് വോയിസിന്, അതാണ് ഇങ്ങനെ ഒരു അടഞ്ഞ സൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നത്. സൗണ്ട് നല്ല പ്രശ്നമുണ്ട്. മേ ബി നാളത്തേക്ക് ചിലപ്പോൾ ഇത് ഇത്രയും കൂടി പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നത്, ക്ലാസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ശരി, ശ്രദ്ധിച്ചേ. അപ്പോൾ വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതി ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ കുമാരനാണ്. 1925 പ്രമേയം 21-നെതിരെ 22 വോട്ടിന് പരാജയപ്പെടുകയാണ് ഉണ്ടായത് കേട്ടോ. അതായത് ആ പ്രമേയം പരാജയപ്പെട്ടു. പക്ഷെ പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ കുമാരനാണ്. പക്ഷെ പ്രമേയം എന്ത് ചെയ്തു, 21-ന് 22 വോട്ട് എന്ന കണക്കിൽ 22 വോട്ടിന് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇനി വൈക്കം സത്യാഗ്രഹം ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠം ഏതാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അത് വെല്ലൂർ മഠമാണ്. വൈക്കത്തുണ്ടായിരുന്ന വെല്ലൂർ മഠമാണ് ശ്രീനാരായണ ഗുരുവിന്റെ മഠം ഇവർ ഉപയോഗിച്ചിരുന്നത്. സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി സത്യവർദ്ധനയും കോട്ടുകോയിക്കൽ വേലായുധനുമാണ് കേട്ടോ. ആരൊക്കെയാണ്? സ്വാമി സത്യവർദ്ധനയും കോട്ടുകോയിക്കൽ വേലായുധനുമാണ്. ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹ പ്രവർത്തനങ്ങൾക്ക് നൽകിയ സംഭാവന എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 രൂപയാണ്. ചോദിച്ചിട്ടുണ്ട്, ഒരു തവണ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാണ്. 1000 രൂപ സംഭാവന നൽകിയിട്ടുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹ ആശ്രമം സന്ദർശിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1924 സെപ്റ്റംബറിലാണ് കേട്ടോ. 1924 സെപ്റ്റംബറിലാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന സമരമുറ ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേര് അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പഠിച്ച കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കരൊക്കെ എന്താ ചെയ്തത്, ഈ പറയുന്ന അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ഒരു ബോർഡ് ഉണ്ടായിരുന്നു ക്ഷേത്രത്തിന് മുമ്പിൽ. ആ ബോർഡിന്റെ പരിധി കടന്നിട്ട് ക്ഷേത്രത്തിൽ പോവുക എന്നതായിരുന്നു ഈ പറയുന്ന സമരമുറ എന്ന് പറയുന്നത്. 3 പേര് വീതം കേട്ടോ. അതായത് അതിൽ എല്ലാ വിഭാഗത്തിലും വരും, അവർണ സവർണര് വരും. കാരണം നമ്മൾ നേരത്തെ പഠിച്ചതിൽ തന്നെ പുലയ വിഭാഗം ഉണ്ടായിരുന്നു, ഇഴ വിഭാഗം ഉണ്ടായിരുന്നു, ഗോവിന്ദ പണിക്കര് നായർ സമുദായമായിരുന്നു. മനസ്സിലായല്ലോ? അപ്പൊ അവർണരും സവർണരും, അവർണരെന്നും സവർണരെന്നും കരുതപ്പെട്ടിരുന്നവര് 3 പേര് എന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന പരിധി കടന്ന് മുന്നോട്ട് പോകലായിരുന്നു സമരമുറ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ ക്യാമ്പുകൾ സന്ദർശിച്ച ദേശീയ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആചാര്യ വിനോബോ ഭാവെയാണ് കേട്ടോ. അദ്ദേഹമായിരുന്നു ദേശീയ നേതാവ് എന്നാണ് പറയുന്നത്. ആചാര്യ വിനോബോ ഭാവെ. വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലിച്ച് വൈക്കത്ത് എത്തിച്ചേർന്ന ദേശീയ നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. EV രാമസ്വാമി നായ്ക്കർ, വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? EV രാമസ്വാമി നായ്ക്കരാണ്. ഓക്കെ, ഇതാ തൊട്ടടുത്ത് വരുന്നുണ്ട്. EV രാമസ്വാമി നായ്ക്കരാണ് വൈക്കം വീരർ, വൈക്കം ഹീറോ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കേട്ടോ. അത് ചോദിച്ചാണ്, അതൊക്കെ PSC വളരെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നറിയപ്പെട്ടത് ആരാണ്? EV രാമസ്വാമി നായ്ക്കരാണ്. EV രാമസ്വാമി നായ്ക്കർ. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ആരായിരുന്നു? അദ്ദേഹമായിരുന്നു കേട്ടോ. EV രാമസ്വാമി നായ്ക്കരാണ് മധുരയിൽ നിന്നിട്ട് വൈക്കത്തേക്ക് ജാഥ നയിച്ചത്. പെരിയോർ എന്നറിയപ്പെടുന്ന പ്രതിമ വൈക്കത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് പെരിയോർ എന്ന് പറയുന്നത്. ആ പെരിയോർ എന്നറിയപ്പെടുന്ന പ്രതിമ എവിടെയാണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വൈക്കത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ തൊട്ടടുത്ത് എനിക്ക് തോന്നുന്നു 2024 LDCയിലൊക്കെ ചോദിച്ച ചോദ്യമാണിത്. ഇനി ഏപ്രിൽ 1 ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം സത്യാഗ്രഹം താൽക്കാലികമായി നിർത്തിവെച്ചു. ഏപ്രിൽ 7 സമരം പുനരാരംഭിക്കുകയാണ് ഉണ്ടായത്. ഏപ്രിൽ 1 എന്ത് ചെയ്തു? ഈ പറയുന്ന സമരം താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയും ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അവസാനിപ്പിച്ചു. എന്നാൽ ഏപ്രിൽ 7 വീണ്ടും എന്ത് ചെയ്തു? സമരം പുനരാരംഭിച്ചു. ഒരു പുലയ യുവാവിനോടൊപ്പം TK മാധവനും KP കേശവമേനോനും നിയമം ലംഘിച്ച് അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന 3 പേരുടെ കണക്കിൽ ഒരു തവണ ആര് വന്നിട്ടുണ്ട്? ഒരു പുലയ യുവാവിന്റെ കൂടെ TK മാധവനും KP കേശവമേനോനും വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. TK മാധവൻ അല്ലാതെ മറ്റൊരാളുടെ പേര് ഈ KP കേശവമേനോൻ ഓർത്ത് വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. K കേളപ്പൻ എന്ന പേര് ഓർത്ത് വെച്ചേക്കുക. ഇതൊക്കെ പറയാറുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ. ഓക്കെ, K കേളപ്പൻ എന്ന് ഒറ്റയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ അത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. പക്ഷെ ഇവര് 3 പേരും വൈക്കം സത്യാഗ്രഹത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. അവർ 6 മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു. അതായത് അറസ്റ്റ് ചെയ്ത ശേഷം 6 മാസം തടവിന് ശിക്ഷിക്കപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നേതാക്കന്മാരെല്ലാം അറസ്റ്റ് വരിച്ച് തടവറയ്ക്കുള്ളിലായി.
സത്യാഗ്രഹ ശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാല തുറന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബിൽ നിന്നും എത്തിയ അകാലികളാണ് കേട്ടോ. അകാലികളാണ് എന്ത് ചെയ്തത്? പഞ്ചാബിൽ നിന്ന് വന്ന അകാലികളാണ് സത്യാഗ്രഹത്തിനുള്ള സൗജന്യ ഭക്ഷണശാല തുറന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ ഇത്. അടുത്ത പോയിന്റ് നോക്കിയേ, ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1925 മാർച്ച്. ബോട്ടിലാണ് കൊച്ചിയിൽ നിന്ന് വൈക്കത്തെത്തിയത്. ബോട്ടിലാണ് എന്ത് ചെയ്തത്? കൊച്ചിയിൽ നിന്ന് വൈക്കത്തെത്തിയത് 1925 മാർച്ചിലാണ് കേട്ടോ. ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളം സന്ദർശിക്കുന്ന വർഷം ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വർഷമാണ് 1925. ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിക്കുമ്പോൾ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേതുലക്ഷ്മിബായി ആണ്. മഹാറാണി സേതുലക്ഷ്മിബായി ആണ്. ഗാന്ധിജി സംസാരിച്ച യാഥാസ്ഥിതികരുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇണ്ടൻ തുരുത്തി നമ്പ്യാതിരിയാണ് യാഥാസ്ഥികരുടെ നേതാവ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തെ വിജയത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിജിയാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സി രാജഗോപാലാചാര്യയും മഹാദേവ് ദേശായിയും ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് ചോദിക്കാറുണ്ട്. സി രാജഗോപാലാചാര്യയും മഹാദേവ് ദേശായിയുമാണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് സവർണജാഥ നടത്തിയത് മോസ്റ്റ് റിപ്പീറ്റ് എടുത്ത്. അപ്പൊ തൊട്ടടുത്തൂടെ എനിക്ക് തോന്നുന്നു 10th പ്രിലിംസിനടക്കം ചോദിച്ച, അവസാനം നടന്ന എക്സാമിനടക്കം ചോദിച്ച ചോദ്യമാണ് സവർണജാഥ നയിച്ചത് ആരാണെന്ന്. മന്നത്ത് പത്മനാഭൻ. അതുകൊണ്ടാണ് പറയുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന ടോപ്പിക്ക് സ്ഥിരമാണ്, ഒരു എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് വൈക്കം സത്യാഗ്രഹം. അത്രയും ചരിത്ര പ്രധാനമുള്ള ഒരു സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സവർണജാഥ സംഘടിപ്പിച്ചത്. സവർണജാഥ ആരംഭിച്ചത് 1924 നവംബർ 1 വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു കേട്ടോ. ഓക്കെ, 1924 നവംബർ 1 വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കാണ് സവർണജാഥ ആരംഭിച്ചത്. സവർണജാഥ തിരുവനന്തപുരത്ത് എത്തിയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1924 നവംബർ 12 1924 നവംബർ 12 സവർണജാഥ തിരുവനന്തപുരത്ത് എത്തി. നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയ ചോദ്യം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എന്തറിയാം, മന്നത്ത് പത്മനാഭന്റെ കാര്യം അറിയാം. പക്ഷെ ഒരുപാട് പേരെങ്കിലും മനഃപൂർവ്വം പഠിക്കാതെ വിടുന്നതാണോ അതോ പഠിച്ചിട്ട് കിട്ടാത്ത കാര്യമാണോ എന്നറിയില്ല. സ്ഥിരം PSC ചോദിക്കുന്ന ഒരു കൺഫ്യൂസിങ് കാര്യമാണ്. നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് അത് മന്നത്ത് പത്മനാഭനല്ല, അദ്ദേഹത്തിന്റെ പേരാണ് ME നായിഡു ആണ് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത്. വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കുവാൻ തിരുവിതാംകൂർ ഭരണകൂടം തീരുമാനിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1925 നവംബർ 23 കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ റാണി സേതുലക്ഷ്മിബായി ആണ്. ഓക്കെ, ആരംഭിക്കുന്ന സമയത്ത് ശ്രീമൂല തിരുനാളായിരുന്നു. എന്നാൽ ഈ പറയുന്ന സമരങ്ങൾ നടക്കുന്നു, ഗാന്ധിജി സന്ദർശിക്കുന്നതും ഈ പറയുന്ന സമരം അവസാനിപ്പിക്കുമ്പോഴും ആരാണ്? സേതുലക്ഷ്മിബായി ആണ്. തിരുവിതാംകൂറിൽ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1928 ആണ്. ഇതിന്റെ കൂടെ ചേർത്ത് അങ്ങ് പഠിച്ചു വെച്ചേക്കാട്ടോ. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്ത വിളംബരം പുറപ്പെടുവിച്ചത് എപ്പോഴാണ്? 1928 ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ. സോ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ഡേറ്റുകളും ഒരുപാട് വ്യക്തികളുടെ പേരും ഒരുപാട് സംഭവങ്ങളും ഞാൻ ഒരുപാട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. സോ ഇതുവരെയും ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് വെച്ചോളാം. നിങ്ങളുടെ ഭാഗത്തുള്ള റെസ്പോൺസ് വളരെ വളരെ കുറവാണ്. എന്നിരുന്നാലും എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആരോഗ്യ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ സൗണ്ടിന് നല്ല ഇഷ്യൂ ഉണ്ട്, മൊത്തത്തിൽ സൗണ്ട് പോകുന്ന രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ എന്നിരുന്നാലും നമുക്ക് എന്താണ്, ക്ലാസ് നിർത്താൻ പാടില്ല, ക്ലാസ് കറക്റ്റായി നടക്കണം, മക്കൾക്ക് കറക്റ്റായി ക്ലാസ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ നിങ്ങൾ കൃത്യമായിട്ട് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ സപ്പോർട്ട് കൃത്യമായി അറിയിക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. ഇനി ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് PYQ ചോദ്യങ്ങൾ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് അങ്ങ് പറഞ്ഞ് പോവാം. ശ്രദ്ധിച്ചേ, ഇതാ ഒന്നാമത്തെ ചോദ്യം. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു വൈക്കമാണ് അല്ലെ, വൈക്കമാണ്. ഓപ്ഷൻ A വൈക്കമാണ് കേട്ടോ. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്താണ്, പെരിയോർ. ഞാൻ പറഞ്ഞല്ലേ. ഇനി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? സവർണജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്, നമ്മൾ പഠിച്ചല്ലോ. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു, അതും പഠിച്ചല്ലോ. വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിക്കുമ്പോൾ സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമാണ് അല്ലെ, തൊട്ട് മുമ്പ് ഞാൻ എടുത്തു പറഞ്ഞ കാര്യമാണ്. സത്യാഗ്രഹം അവസാനിപ്പിക്കുമ്പോൾ ആരാണ്?
സേതു ലക്ഷ്മി ബായി ആയിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറയുന്നത്. അതും ശരിയാണ്. എന്നാൽ ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹയുടെ ആവശ്യം. അല്ല, ക്ഷേത്രപ്രവേശനമല്ല, ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നിരത്തുകളിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് 4 തെറ്റാണ്. ഇവിടെ 1, 2, 3 എന്ന് പറയുന്ന ഓപ്ഷനാണ് എന്ത് ശരി. മനസ്സിലായല്ലോ? സോ നമ്മൾ ടോപ്പിക് പഠിച്ചിട്ട് എന്തിനാണ് PYQ മനസ്സിലാക്കി തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഠിച്ച ടോപ്പിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതങ്ങ് കവർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹോട്ട് ടോപ്പിക് ആൻഡ് PYQ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകളും അതുമായി ബന്ധപ്പെടുത്തി PSC ചോദിച്ചിട്ടുള്ള മുൻകാല ചോദ്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചെറിയ ക്ലാസ്സുകളായിരിക്കും, പക്ഷെ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. മനസ്സിലാക്കുക, ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ ഇതേ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇതേ പേര് തന്നെയാണ്, ഹോട്ട് ടോപ്പിക് ആൻഡ് PYQ എന്ന് പറയുന്നതാണ് പ്ലേലിസ്റ്റിന്റെ പേര്. അവിടെ വ്യക്തമായിട്ട് ഇതിന് മുമ്പ് എടുത്ത 2 ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൂടെ കണ്ടേക്കുക കേട്ടോ. ഇനി നോക്കിയേ, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടു മുമ്പ് പഠിച്ചു, അത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് ആരാണ്, മന്നത്ത് പത്മനാഭനാണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ പറഞ്ഞൊരു 3 പേരുകളുണ്ട്, TK മാധവൻ, KP കേശവമേനോൻ, KK ഇളപ്പൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നോക്കിക്കേ, TK മാധവൻ തന്നിട്ടുണ്ട്, KP കേശവമേനോൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ C ആണ്, 2, 3 എന്ന് പറയുന്നതാണ് ശരി. ഡോക്ടർ പൽപ്പ് ഇവിടെ എല്ലാം വരുന്നത് ഇടവ മെമ്മോറിയലുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത്, മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യസംഘം രൂപീകരിച്ചു. ശരിയാണല്ലോ? ശരിയാണ്. NSS ആരംഭിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുടർച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തി. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും എന്ന് പറയുന്നത്. അതെന്താണ്? തെറ്റാണല്ലേ? കാരണം അതിപ്പോ തൊട്ടടുത്തൂടെ വന്നതാണ്. എനിക്ക് തോന്നുന്നു ഡിഗ്രി അല്ല, 10th പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ്. കണ്ണീരും കിനാവും ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിന്റെയാണ്. VT ഭട്ടതിരിപ്പാടിന്റെയാണ് കണ്ണീരും കിനാവും കേട്ടോ. ഓക്കെ, 1ഉം 2ഉം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. 1ഉം 2ഉം മാത്രമേ ശരിയുള്ളൂ. 3ാമത്തെ തെറ്റാണ്. കണ്ണീരും കിനാവും ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിന്റെയാണ്. ഓക്കെ, ഇനി അടുത്തത്, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമാണ് ചോദിക്കുന്നത്. 1925. എന്തുകൊണ്ട് 25 വന്നു? കാരണം ഇവിടെ 1924 എന്ന് പറയുന്ന ഒരു വർഷം ഓപ്ഷനിലില്ല. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇങ്ങനെയാണ്, 1924 ആരംഭിച്ച് 1925 എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. നമുക്ക് ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു വർഷം തരും. ആ ഒരു വർഷം തരുമ്പോൾ സമയം ചോദ്യം ശ്രദ്ധിക്കുക. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷമെന്നോ വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വർഷമെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അത് യഥാപ്രകാരം 24-25 തന്നെയാണ്. എന്നാൽ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്ന് ചോദിച്ചിട്ട് 24-25 തന്നിട്ടുണ്ടെങ്കിൽ മേ ബി അത് ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ 25 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ മക്കളെ? ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഹോട്ട് ടോപ്പിക് ആൻഡ് PYQ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്ലേലിസ്റ്റ്. നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. നമ്മുടെ ക്ലാസിന്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 8:17 ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ക്ലാസ് ഉണ്ട്. 8:17 കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ചാനൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. പോസ്റ്റ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ പോയി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, ടൈം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, സമയം അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ചുമ്മാ ഒന്ന് ചാനൽ ചെക്കൗട്ട് ചെയ്ത് കിടക്കുക. കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ട് കൂടെ തന്നെ പഠിച്ചു പോരുക കേട്ടോ. VFAക്കും LDCക്കും വേണ്ടി നമ്മൾ ലോങ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. വ്യക്തമായിട്ട് ഓൾറെഡി നമ്മൾ ക്ലാസ്സസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിന്റെ പേര് അത് തന്നെയാണ്, VFA ആൻഡ് LDC. അവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക കേട്ടോ, കൃത്യമായിട്ട് കാണുക. ഓക്കെ ആണല്ലോ? ഓക്കെ, സൗണ്ട് ഏകദേശം പോവാറായി. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ടോപ്പിക് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള കാര്യം, നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ടിനുള്ള സമയമാണ്. ഇതുപോലെ ഹോട്ട് ടോപ്പിക് ആൻഡ് PYQന്റെ നെക്സ്റ്റ് പാർട്ട് ക്ലാസ് നിങ്ങൾക്ക് വേണോ? അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ക്ലാസ്സുകൾ തയ്യാറാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത പാർട്ട് ക്ലാസ് വരും. നിങ്ങൾക്ക് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പാർട്ട് വേണമെന്ന് പറയാം കേട്ടോ. പാർട്ട് 4 ആണ് അടുത്ത ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാലും മതി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ ആണല്ലോ? ഓൾറെഡി നമ്മൾ 2 ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് 3ാമത്തെ ടോപ്പിക്കാണ്. അപ്പോൾ ഇതുവരെയും ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സ് PSC തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരുമായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ഹൈപ്പ് കൂടെ എൻബിൾ ചെയ്യാൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. സോ എല്ലാവരും നാളെ കൃത്യം 8:17 തന്നെ അടുത്ത ക്ലാസ്സിന് വരിക. ഇനി എന്തെങ്കിലും ഈ പറഞ്ഞ സമയത്തിന് മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും വൈകുന്നേരം പോസ്റ്റ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അവിടെ പോസ്റ്റ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഒരു പേജ് ഇട്ടിട്ടുണ്ടാവും, ഒരു ഇമേജ്. ആ ഇമേജിൽ ഡേറ്റും സമയവും വ്യക്തമായിട്ട് പറയും, ഏത് ക്ലാസ് ആണെന്നും പറയും.
ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അതേ സമയത്ത് ആ ക്ലാസ്സിന് വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഇനി എന്തെങ്കിലും 8:17 ആണ് നമ്മുടെ കോമൺ ടൈം എന്ന് പറയുന്നത്, രാവിലെ 8:17 AM ആണ്. ഇനി ആ സമയത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോസ്റ്റിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നോട്ടിഫിക്കേഷൻ കൂടെ ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ? അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അത് നിങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ VFAക്കും LDCയും തയ്യാറെടുക്കുന്നവർക്ക് ഞാൻ പറയുന്നു, VFA ആൻഡ് LDC എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ ഓൾറെഡി ഒരുപാട് ക്ലാസ്സസ് നിങ്ങൾ പിന്നിലാണ്. കൂടെ പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കാണാം, കൂടെ തന്നെ പഠിച്ചു പോരാ. ഒരു ക്ലാസ്സും പെൻഡിങ് നാളത്തേക്ക് മാറ്റി വെക്കാതെ ഇന്ന് തന്നെ പഠിക്കാം. നിങ്ങൾക്ക് പല കാരണങ്ങളുണ്ടായിരിക്കാം, ആ കാരണങ്ങൾ നിങ്ങൾ കണക്കാക്കണ്ട. കൃത്യമായി പഠിച്ചു പോന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് വിജയിക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് ശരി. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പറയുന്ന ഫോർമുല നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ ആണല്ലോ മക്കളെ? സോ കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കീപ് ലേണിംഗ് വിത്ത് മീ. ദിസ് ഈസ് വില്ലൻ സൈനിങ് ഓഫ്. താങ്ക് യു.